ലാലേട്ടൻ്റെ പിൻഗാമിയായിട്ട് മകൻ പ്രണവ് മലയാളത്തിലൊരു താരമായിട്ട് നമുക്ക് പ്രതീക്ഷിക്കാമോ? എനിക്കങ്ങനെ ഒന്നും പറയാൻ പറ്റില്ല. കാര്യം അവർ കുറച്ചുകൂടി അക്കാഡമിക് ആയിട്ടുള്ള ആൾക്കാരാണ്. പക്ഷെ എൻ്റെ മകന് ഞാൻ 6ാം ക്ലാസ്സിലാണ് ബെസ്റ്റ് ആക്ടറാണ്. അയാളും 6ാം ക്ലാസ്സിലൊക്കെ അഭിനയിക്കുന്നുണ്ട്. അയാൾ സ്കൂളിലെ ബെസ്റ്റ് ആക്ടറാണ്. പക്ഷേ അയാൾ എടുക്കാൻ പോകുന്നത് തന്നെ ഒരു തിയേറ്റർ എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് എടുക്കുന്നുണ്ട്. അത് വരാൻ പോകുന്ന കാര്യമാണ്. ഒരിക്കലും ഞാൻ നാളെ എൻ്റെ മകനെ ഒരു ആക്ടർ ആക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനത്തിലേക്കില്ല. അത് ഓരോരുത്തരുടെ ഇപ്പം ഞാൻ അഭിനയിക്കാൻ പോകുന്ന സമയത്ത് എൻ്റെ അച്ഛനും അമ്മയ്ക്കൊന്നും യാതൊരു താല്പര്യവും ഒരു വിചാരവും ഇല്ലായിരുന്നു ഇയാളൊരു ആക്ടറാവുമെന്ന്. കാര്യം അത്തരത്തിലുള്ള ഒരു കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരാളായിരുന്നു. ഞാൻ സ്കൂളിലെ ബെസ്റ്റ് ആക്ടറായിരുന്നു എന്നുള്ള ഒഴിച്ച്, പക്ഷെ ഞാൻ വീണ്ടും ഒരു ആക്ടറായി മാറി. അതുപോലെ അത് അയാളുടെ ജാതകത്തിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നടക്കട്ടെ എന്ന് പറയാൻ പറ്റില്ല. ഞാൻ പറയാം, അയാൾക്കൊരു താല്പര്യമുണ്ടെങ്കിൽ അയാളെ അതിലേക്ക് കൊണ്ടുവരാം. നമുക്കൊരു സിനിമയോ അല്ലെങ്കിൽ 2 സിനിമയോ പറയാമെന്നല്ലാതെ എല്ലാ സിനിമയൊന്നും പറയാൻ പറ്റില്ല. ദാറ്റ് ഈസ് ഹിസ് ലക്ക് അല്ലേ, അയാളുടെ സ്കില്ലാണ് അയാളുടെ. ഇപ്പം ഇതിന് ഭയങ്കര ഫയർ വേണം ഇതിൻ്റെ അകത്ത് അല്ലേ. ഒരു സിനിമയിൽ അഭിനയിച്ചു കഴിഞ്ഞാൽ ഞാൻ 30 നാളെ അഭിനയിക്കാൻ പോകുമ്പോഴും ഞാൻ അതേ ഫയറോട് കൂടിയാണ് അഭിനയിക്കാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെ അതാണ് പെട്ടെന്ന് സിനിമയിൽ അഭിനയിക്കുന്നത് ഈസി ആയിട്ടൊരു കാര്യമാണോ ചോദിക്കുന്നതല്ല. അത് സംഭവിക്കട്ടെ. അത് സംഭവിക്കുകയാണെങ്കിൽ സന്തോഷം, സംഭവിക്കാതിരുന്നാൽ ദുഃഖമില്ല. ലാലേട്ടൻ ഒത്തിരി പ്രാവശ്യം ഇപ്പം ദുബായിൽ ആയിരുന്നു ഷൂട്ടിംഗ് എന്ന് പറഞ്ഞു. ഒത്തിരി പ്രാവശ്യം വെളിനാട്ടിലൊക്കെ പോയിട്ടുണ്ട്. അമേരിക്കയിൽ എത്ര പ്രാവശ്യം പോയിട്ടുണ്ട്? ഒരുപാട് പ്രാവശ്യം പോയിട്ടുണ്ട്. ഞാനിപ്പോഴും അമേരിക്കയിൽ നിന്നാണ് വരുന്നത്. ഞാൻ അമേരിക്കയിൽ പോയിട്ട് ഞാനൊരു ക്രൂസ് അലാസ്ക വരെ പോയിട്ട് വരികയാണ്. അമേരിക്കയിൽ ഒരുപാട് പ്രാവശ്യം പോയിട്ടുണ്ട്. അതായത് വേൾഡ് ട്രേഡ് സെൻറ്റർ ഉള്ള സമയം മുതൽ എന്ന് പറഞ്ഞാൽ വേൾഡ് ട്രേഡ് സെൻറ്ററിൻ്റെ മുകളിൽ ഞാൻ സിനിമ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അമേരിക്കയിൽ നിന്നുള്ള സിനിമ ഏതാണ്ട് 83 മുതൽ ഞാനൊരു 10 പ്രാവശ്യമെങ്കിലും പോയിട്ടുണ്ടാവും അമേരിക്കയിൽ. ഞാനൊരു അമേരിക്കൻ മലയാളിയാണ്. ഓ, എവിടെയാണ്? ഞാൻ മിനസോട്ടയിലാണ് ശരിക്കും പഠിക്കുന്ന, കാലിഫോർണിയയിൽ. നാട്ടിൽ നിന്നും വ്യത്യസ്തമായി അമേരിക്കയിൽ തോന്നിയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒരുപാട് കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയേണ്ട കാര്യമല്ലല്ലോ എന്ന് പറഞ്ഞാൽ അതിനെല്ലാം മാറ്റമല്ലേ. ഏറ്റവും എന്ത് വേണമെങ്കിലും പറയേണ്ടത് എന്താ, ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട്, നമുക്കിഷ്ടപ്പെടാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇറ്റ്സ് എ ഡിബേറ്റ്. എനിക്കിപ്പോൾ അമേരിക്ക ഇഷ്ടമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നാമത് അമേരിക്കയിൽ എത്താമെന്ന് പറഞ്ഞാൽ വളരെയധികം സമയം എന്ന് പറയുന്നതാണ് ഞങ്ങൾക്ക് അല്ലേ. പക്ഷേ ഇപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ മാറി. ഇപ്പോൾ ഒരു ഫ്ലൈറ്റിലാണെങ്കിൽ എത്താം. ബോംബെ നിന്നൊക്കെ സ്ട്രെയിറ്റ് ആയിട്ട് ഫ്ലൈറ്റ് ഉണ്ട്. പിന്നെ എനിക്ക് കൂടുതൽ അമേരിക്ക ഒരു ഹോളിഡേ സ്പെൻഡ് ചെയ്യാനാണ് ഇഷ്ടം. 1 മാസമോ അല്ലെങ്കിൽ 2 മാസമോ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തിരിച്ച്, കാര്യം ഞങ്ങൾ ഈ ഇത്രയും വർഷം വളർന്ന നാട് തന്നെയാണ് നമുക്ക് കൂടുതൽ. അമേരിക്ക എന്ന് പറയുന്നത്, ഇപ്പം ഞാൻ ന്യൂയോർക്ക് നഗരത്തിലായിരുന്നു വളരെയധികം സമയം. ഏറ്റവും മോശമായ ഒരു നഗരമായിരുന്നു ന്യൂയോർക്ക്. പക്ഷെ അതെല്ലാം മാറിയിട്ട് ലോകത്തിലെ ഏറ്റവും സേഫസ്റ്റ് പ്ലേസ് ആക്കി അതിനെ കൊണ്ടുവന്നിട്ടുണ്ട് അല്ലേ. അപ്പം ഒരുപാട് ആൾക്കാർക്ക്, എനിക്ക് തോന്നുന്ന ആൾക്കാർക്ക് കൂടുതൽ വാല്യൂ കൊടുക്കുന്ന സ്ഥലമായിരിക്കാം. ഇപ്പോൾ അതുപോലെ ആൾക്കാർക്ക് വാല്യൂ ഇല്ലാത്ത സ്ഥലമാണ്. അതേ പറയുന്നത് ഒരു വലിയ സബ്ജക്റ്റാണ് നമ്മൾ സംസാരിക്കേണ്ടത്. നിങ്ങൾക്ക് ഇവിടെ വന്ന് താമസിക്കാൻ ഇഷ്ടമാണോ? ഇഷ്ടമാണ്. അതാണ് ഏറ്റവും വലിയ. അതെ, ഏറ്റവും വലിയ. അതായത് ഇവിടെ വന്നിട്ട് മിസ് കേരള ഫെസ്റ്റ് വാങ്ങിച്ചിട്ട് അമേരിക്കയിൽ താമസിക്കണമെന്ന് പറയാൻ പാടില്ല. അതുകൊണ്ടാണോ ഇനി അങ്ങനെ പറഞ്ഞതെന്നാണല്ലോ അവിടെ ചോദിക്കുന്നത്. ചെയ്യാൻ പറ്റില്ലല്ലോ. അമേരിക്കൻ യാത്രകൾക്കിടയിൽ അല്ലെങ്കിൽ വെളിനാട്ടിലെ യാത്രകൾക്കിടയിൽ എന്തെങ്കിലും ഒരു രസകരമായ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ? അത് പ്രേക്ഷകരോട് പങ്കിടുക. എത്രയോ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് ഒരുപാട് മാഗസിനുകൾ നമ്മൾ എഴുതിയിട്ടുണ്ട് അല്ലേ. എന്നാലും കേൾക്കാത്ത ഒരു രസകരമായ ഒരു അനുഭവം ഇപ്പോഴത്തെ യാത്രയിൽ എന്തെങ്കിലും? യാത്രയൊക്കെ വളരെ നല്ലതായിരുന്നു. ഞാൻ ഇപ്രാവശ്യം ഒരു ക്രൂസിലാണ് പോയത്. ഞാൻ സിയാറ്റിൽ നിന്ന് അലാസ്ക വരെ പോയി, തിരിച്ച് സിയാറ്റിൽ വന്നിട്ട് ന്യൂയോർക്കിൽ വന്നിട്ട് തിരിച്ചു വന്നു. വളരെ കാലം ഞാൻ ഇന്ത്യക്ക് പുറത്തൊരു സ്ത്രീയായിട്ടാണ് ജീവിച്ചതെന്ന് പറയും. കാര്യം എൻ്റെ പാസ്പോർട്ടിൽ മോഹൻലാൽ നെയിം, സെക്സ് എന്നുള്ളതിൽ F ആണ് ഇട്ടിരുന്നത്. എന്നാൽ ഫീമെയിലായിട്ടായിരുന്നു. അത് ഇറ്റ്സ് എ മേജർ മിസ്റ്റേക്ക്, അറിയാതെ സംഭവിച്ചാണ്. അപ്പോൾ വളരെ കാലത്തിന് ശേഷം ഒരാളാണ് കണ്ടുപിടിച്ചത്. അയാൾ എന്നെ ഇങ്ങനെ നോക്കിയിട്ട് ഞാൻ പറഞ്ഞു യെസ്, അയാളിങ്ങനെ കാണിച്ചു. ഞാൻ പറഞ്ഞു സോറി, ഇത് മെയിൽ. അയാൾ പറഞ്ഞു ഇറ്റ്സ് എ മേജർ മിസ്റ്റേക്ക്. ഞാൻ പറഞ്ഞു ബട്ട് ഐ എം എ മെയിൽ. അപ്പോൾ വളരെ കാലം ആരും പറയണ്ട, വളരെ കാലം ഞാനൊരു സ്ത്രീയായിട്ടാണ് പുറം രാജ്യങ്ങളിൽ ജീവിച്ചത്. ഒരുപക്ഷെ ഒരുപാട് സ്ത്രീകളുടെ മനസ്സിലെ ആരാധ്യപുരുഷനായതുകൊണ്ടാവാം അങ്ങനെ ഒരു ഇത് മാറി F ആയിരുന്നു. അല്ലാതെ ഇപ്പോൾ ട്രെൻഡുകൾ മാറിക്കൊണ്ട് വരികയാണല്ലോ ഓരോ കാലഘട്ടത്തിൽ. ഇപ്പോൾ നമുക്കറിയാം 6 പാക്കിൻ്റെ ട്രെൻഡാണ്. ഷാറുഖ് ഖാനും ആമിർ ഖാനും സൂര്യയും ഒക്കെ അടിച്ച് 6 പാക്ക് ആക്കി അതാണ് പൗരുഷത്തിൻ്റെ പ്രതീകം എന്നൊരു കൺസെപ്റ്റിലേക്ക് പ്രേക്ഷകരെ കൊണ്ടുവരിക എന്നൊരു കാലഘട്ടമാണത്.
അവരെല്ലാം എല്ലാ നായകന്മാരും ബോഡി ഫിറ്റ്നസ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ലാലേട്ടൻ ഈ ഫിറ്റ്നസിനൊന്നും അധികം കെയർ ചെയ്യുന്നത് കാണുന്നില്ല. ഇനി അതിലേക്ക് പോകണോ? ഇത്രയും കാലം നമ്മൾ ഈ ഗ്ലാമർ എങ്ങനെ നിലനിർത്തുന്നു എന്നുള്ളതാണ് ചോദ്യം. അല്ല, ബോഡി ഫിറ്റ്നസ് പറഞ്ഞാൽ പെട്ടെന്ന് ഇവർക്കറിയാം നമ്മുടെ ബോഡിക്കകത്തുള്ള ഫാറ്റിൻ്റെ ഒരു കണ്ടന്റ് മൈനസ് ഒരു 12 എന്നൊക്കെ പറയുന്ന സ്ഥലത്ത് കൊണ്ടുവന്നാലേ ഈ 6 പാക്ക് ഒക്കെ വെളിയിൽ കാണത്തുള്ളൂ. അതൊന്നും വളരെ ഈസി ആയിട്ടുള്ള കാര്യമല്ല. പിന്നെ ഈ പറഞ്ഞ ആൾക്കാരെ അല്ല, അല്ലാതെ ഒരുപാട് പേര് ആവശ്യമില്ലാതെ ഒരുപാട് മരുന്നുകൾ കഴിക്കുന്നുണ്ട് അല്ലേ. നമുക്ക് ശരീരത്തിന് ഒരു അളവ് വരെ ഇപ്പം തെങ്ങിൽ കയറുന്ന ഒരാൾ എന്ന് പറയുന്ന ആളാണ് 6 പാക്ക്. കാരണം കഴിഞ്ഞാൽ അവൻ്റെ ഫാറ്റും കാര്യങ്ങളൊക്കെ ഒക്കെയാണ്. പിന്നെ അത് ഡെവലപ്പ് ചെയ്യാന്ന് പറയാണ്ട് ഒരുപാട് മരുന്നുകൾ ആൾക്കാർ ഇതിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. അതൊക്കെ പിൽക്കാലത്ത് ചിലപ്പോൾ ഒരുപാട് പക്ഷേ വളരെ ദൂഷ്യഫലങ്ങൾ ഉണ്ടാക്കും. ഇപ്പം നാളെ 6 പാക്ക് ഉണ്ടാക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഒരു വർഷം ഇരുന്ന് ജോലി ചെയ്താൽ പറ്റും. പിന്നെ എന്തിനു വെറുതെ ഇനിയും 6 പാക്ക് ഉള്ള പാക്ക് വെച്ചിട്ട് മര്യാദ 6 അല്ല, നമുക്ക് 8 ഉണ്ടാക്കാം. 8 ഉണ്ടാവും. പക്ഷെ ബേസിക്കായിട്ട് നമ്മുടെ ഐ പ്രിഫർ അകത്തുള്ള ഹെൽത്തിനാണ് ഞാൻ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അതൊരു എക്സ്ക്യൂസ് ആയിട്ട് പറയുന്നല്ല. നമ്മുടെ അകത്ത് ഇതിനെ പുറത്തേക്കാട്ടിലും അകം എന്ന് പറയുന്നത് വളരെ മനോഹരമായ ഒരു സ്ഥലമാണ്. അവിടെ ഹെൽത്തിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞാൽ ഞാൻ ശരീരം അങ്ങനെ നോക്കുന്ന ഒരാളല്ല. പക്ഷെ ഞാൻ എക്സസൈസ് ചെയ്യുന്ന ഒരാളാണ്. ഞാൻ ആവശ്യത്തിന് ചെയ്യുന്ന ഒരാളാണ്. അല്ലാതെ ആവശ്യമില്ലാതൊക്കെ ഇനിയും ഈ പ്രായത്തിലൊക്കെ പോയിട്ട് ചെയ്തിട്ട് വല്ല കുഴപ്പം ഉണ്ടാകേണ്ട കാര്യം ഉണ്ടാവും. നിങ്ങൾക്ക് 6 പാക്സ് ഉണ്ടാക്കാം, നിങ്ങൾക്ക് 6 പാക്സ് ഉണ്ടാക്കാം. അല്ല ലാലേട്ട, ഒരു മോഡലിനെ സംബന്ധിച്ചിടത്തോളം 6 പാക്ക് മസ്റ്റാണ്. അദ്ദേഹത്തിന്റെ ശരീര സൗന്ദര്യമാണ് അതിന്റെ ഘടകം എന്ന് പറയാം. പക്ഷെ ഒരു നടനെ സംബന്ധിച്ചിടത്തോളം ബേസിക് ആയിട്ട് തീർച്ചയായിട്ടും ഇത്തരം എക്സസൈസുകൾ ആവശ്യമാണ്. കോൺസെൻട്രേഷനും അല്ലെങ്കിൽ ബോഡി ഫിറ്റ്നസ് ആവശ്യമാണ്. പക്ഷേ ഞാനൊക്കെ വളർന്ന സമയം എന്ന് പറയുന്നത് മലയാള സിനിമയിൽ അത്തരം കാര്യങ്ങളൊന്നും, കാര്യം നമുക്കൊരു പ്രോപ്പർ നല്ല ഹെൽത്ത് ക്ലബ്ബോ ഇല്ല, ഒരു ജിംനേഷ്യം ഇല്ലായിരുന്നു, അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് ഒരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യുന്ന ആൾക്കാരില്ല. നമ്മൾ ഇംഗ്ലീഷ് പടങ്ങളോ കാര്യങ്ങളോ കണ്ടിട്ടാണല്ലോ. ഇപ്പോഴും ഒരു പക്ഷേ നമ്മളൊരു ഹെൽത്ത് ക്ലബ്ബിൽ ഉപയോഗിക്കുന്നത് ചിലപ്പോൾ 10 വർഷം പുറകിലുള്ള മെഷീൻസാണ്. അതിന് പ്രോപ്പർ മെഷീൻ ആകണം. അത് ആ മെഷീൻസ് നമ്മൾ എക്സസൈസ് ചെയ്യിപ്പിക്കാൻ പ്രോപ്പറായിട്ടുള്ള ഇൻസ്ട്രക്ടേഴ്സ് ഉണ്ടാകണം. അല്ലെങ്കിൽ മസിൽസിനൊക്കെ കുഴപ്പമാവും. ഒരു വെയിറ്റ് എന്ന് പറയുന്നത് പ്രോപ്പർ വെയിറ്റ് അല്ല, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യുന്നതിൽ വലത്ത് വശത്തെ സാധനം കറക്റ്റും ഇടത്ത് വശമൊക്കെ ആണെങ്കിൽ ഇതൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാക്കാം. കാര്യം ഇത് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതാണ് ഒരു മെഷീൻ വെച്ചിട്ട്. അപ്പം അതിനെ പറഞ്ഞു തരാൻ നല്ല ആൾക്കാർ വേണം അല്ലേ. നിങ്ങളുടെ ഫുഡ് ഹാബിറ്റ്സ് പറഞ്ഞു തരാൻ വേണം. എന്ത് ഭക്ഷണം കഴിക്കാം, എന്ത് ഭക്ഷണം കഴിച്ചുകൂടാ എന്ന് പറയുന്നത്, അങ്ങനെ അതൊരു വലിയ ഒരു ശാസ്ത്രമാണ്. അത്തരം തീർച്ചയായിട്ടും ഇവർക്കൊക്കെ അതാവാം കാര്യം, അല്ലെങ്കിൽ ഹിന്ദി സിനിമയിലൊക്കെ ഇവർക്കൊക്കെ ഇനി ആവാം. നമ്മൾ ഇനി ഇത്തരം കാര്യങ്ങൾ അല്ലേ. ലാലേട്ടൻ ഈ നാച്ചുറാലിറ്റിയുടെ ആളായതുകൊണ്ടാവാം. അല്ല, അതുകൊണ്ടായിരിക്കും ഇനിയിപ്പം എന്ന് പറയുന്നത് ഇനിയാണ് കൂടുതൽ ഹെൽത്ത് ശ്രദ്ധിക്കുന്ന ഒരാളാണ് ഞാൻ. എന്ന് പറഞ്ഞാൽ മോർ ദാൻ മസിൽസ്, ഞാൻ എൻ്റെ ഹെൽത്തിനെ കുറിച്ച് ശ്രദ്ധിക്കുന്ന ആളാണ്. അല്ലെന്നും പറയാം, ആണെന്നും പറയാം. എനിക്ക് തോന്നുന്നു ലാലേട്ടൻ പറഞ്ഞ പോലെ തന്നെ ആ കാലഘട്ടത്തിൽ ലാലേട്ടനൊക്കെ സിനിമയിലേക്ക് വരുന്ന കാലഘട്ടത്തിൽ ജിമ്മുകളില്ല, പക്ഷേ കളികളൊക്കെ ഒരുപാടുണ്ടായിരുന്നു. അതിലൂടെയാണ് ബോഡി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരുന്നത്. ഈ ലാലേട്ടൻ ക്രിക്കറ്റ് കളി, പിന്നെ അത്യാവശ്യം കുങ്ഫു, ബോക്സിങ് അല്ലേ, റെസ്ലിങ്ങിൻ്റെ കാര്യമൊക്കെ നമുക്കറിയാം. അപ്പം അങ്ങനെയുള്ള കായിക വിനോദങ്ങളിലൂടെയായിരുന്നു മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരുന്നത്. ഈ അടുത്ത കാലത്ത് പത്രങ്ങളിലൊക്കെ കണ്ടു പഴയ ക്രിക്കറ്റ് ടീമിനെ നിങ്ങൾ ഉദ്ധരിക്കുന്നതായിട്ട്. ഒരു ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ കളിക്കാനായിട്ട് കേരളത്തിൻ്റെ അഭിമാനമാകുന്ന ഒരു ടീമിനെ വളർത്തിയിരുന്ന കാര്യം ഇങ്ങനെ അറിഞ്ഞു. അതിൻ്റെ പ്രാരംഭ നടപടികളൊക്കെ പൂർത്തിയായോ? അല്ല, അത്തരം ഒരു ന്യൂസുകൾ വന്നതാണ്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ കുറേ ആൾക്കാർ അതിൻ്റെ പുറകിൽ ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് എന്ന് പറയാനോ അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊരു കറക്റ്റ് കാര്യം പറയാനുള്ള സമയമായിട്ടില്ല. ഒരു പക്ഷേ ഉണ്ടാകാം, ഒരു പക്ഷേ ഉണ്ടാകില്ല. അതുകൊണ്ടാണ് തീർച്ചയായിട്ടും അത്തരം കാര്യങ്ങളിലേക്ക് ഒരുപാട് പേര് അതിനെ സഹായിക്കാനോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ ചെയ്യാൻ തയ്യാറായി മുന്നോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അത് കറക്റ്റ് ആകുന്ന സമയത്തേ അത് പറയാൻ പറ്റും.